ഇന്ത്യ പാക് സംഘർഷത്തിൽ മലക്കം മറിഞ്ഞ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന് ട്രംപ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് നിലപാട് തിരുത്തിയത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലമായി എന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള വാദം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, 35 മിനിറ്റാണ് മോദി ട്രംപ് ടെലിഫോൺ ചർച്ച നടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മധ്യസ്ഥൻ എന്ന നിലയിൽ ഉള്ള ഇടപെടലല്ല, പാകിസ്ഥാനോടാണ് താൻ ആവശ്യപ്പെട്ടത്, സമ്മർദ്ദം ചെലുത്തിയത് എന്ന് മുൻ പ്രസ്താവന തിരുത്തി ഭേദഗതി വരുത്തി ട്രംപ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും. കാര്യം, ഇന്ത്യ പാക് സംഘർഷത്തിനൊടുവിൽ ആ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അത് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുന്നത്. അതിനുശേഷം പാകിസ്ഥാൻ ആ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുകയും തുടർന്നാണ് ഇന്ത്യ വാർത്താസമ്മേളനം വിളിച്ച വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയ കാര്യം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ അമേരിക്ക തുടർച്ചയായി ഇത്തരം വാദങ്ങൾ, അതായത് ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കുന്നതിൽ അമേരിക്ക ഇടപെട്ടു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിൽ ഇന്ത്യ പലപ്പോഴും ആവർത്തിച്ചത് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ച നടന്നിട്ടില്ല എന്നതായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 35 മിനിറ്റാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചത്. ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് മധ്യസ്ഥത ചർച്ചകൾ ഒരു ഘട്ടത്തിലും ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുകൂടി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു മധ്യസ്ഥത ചർച്ചയും ഉണ്ടായില്ല എന്നുകൂടി നരേന്ദ്രമോദി അടിവരയിട്ട് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ നിലപാടിൽ ഒരു മാറ്റം അമേരിക്കൻ പ്രസിഡന്റ് വരുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മേലാണ് താൻ സമ്മർദ്ദം ചെലുത്തിയത് എന്ന തരത്തിലേക്ക് ആ പ്രസ്താവനയെ മാറ്റുകയുണ്ടായി. അത് ഇന്ന് അവിടുത്തെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായി ഡൊണാൾഡ് ട്രംപ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹവുമായി ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും ഇന്ത്യ പാക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ നയം എന്താണെന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നതും. അതിനുശേഷമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത്തരം പ്രസ്താവനകളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തൻ്റെ ശ്രമഫലം എന്നായിരുന്നു ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് പാകിസ്ഥാന് മേലാണ് ഒരു സമ്മർദ്ദം ചെലുത്തിയത് എന്ന തരത്തിലേക്ക് മാറ്റുകയാണുണ്ടായത്. ഇന്ത്യയും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് പാകിസ്ഥാനാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്താം എന്നൊരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. അത് മാനിച്ചാണ് ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് പറയുകയുമുണ്ടായി. എന്തായാലും ഈ തുടർച്ചയായി അമേരിക്കയുടെ വാദങ്ങളെ തള്ളിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ 35 മിനിറ്റ് ദീർഘമുള്ള ഒരു ഫോൺ സംഭാഷണം അത് നടന്നു. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയും ട്രംപും തമ്മിൽ ഒരു ചർച്ച, ഒരു വിരുന്നൊക്കെ നടക്കാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ട്രംപ് ഞാൻ പാകിസ്ഥാന് മേലാണ് സമ്മർദ്ദം ചെലുത്തിയത്, ഒരു മധ്യസ്ഥൻ എന്ന നിലയിലല്ല, പാകിസ്ഥാനോടാണ് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളൊക്കെ തിരുത്തി ഒരു ഭേദഗതി വരുത്തി ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയത്.